പൗരോഹിത്യത്തിന്റെ ജന്മദിനത്തിൽ ഓരോ പുരോഹിതന്റെയും ശുശ്രൂഷയിലും ജീവിതത്തിലുമുള്ള പരിശുദ്ധാത്മാവിന്റെ സുപ്രധാന സാന്നിധ്യം ഉയർത്തിക്കാട്ടി ഫ്രാൻസിസ് പാപ്പ. പെസഹ വ്യാഴാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ നടന്ന തൈലാശീർവാദ ദിവ്യബലിയിൽ സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. നിരവധി കർദിനാൾമാരുടെയും വൈദികരുടെയും സഹകാർമ്മികത്വത്തിലാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പെസഹ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത്. 1880-ലധികം വൈദികരും 47 കർദിനാൾമാരും 42 ബിഷപ്പുമാരും ഫ്രാൻസിസ് പാപ്പയ്ക്കൊപ്പം സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പെസഹ തിരുക്കർമ്മങ്ങളിൽ സഹകാർമ്മികരായിരുന്നു. പൗരോഹിത്യ സ്ഥാപന ദിനാചരണത്തിന്റെ പശ്ചാത്തലത്തിൽ ബിഷപ്പുമാരും കർദിനാൾമാരും വൈദികരും സ്ഥാനാരോഹണ വേളയിൽ നടത്തിയ തിരുപ്പട്ട വ്രതങ്ങൾ നവീകരിച്ചു. ആരാലും അറിയപ്പെടാതെ പുരോഹിതന്മാർ ചെയ്യുന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞ പാപ്പ പൗരോഹിത്യത്തിന്റെ ജന്മദിനത്തിൽ ഓരോ പുരോഹിതന്റെയും ശുശ്രൂഷയിലും ജീവിതത്തിലും പരിശുദ്ധാത്മാവ് വഹിക്കുന്ന സുപ്രധാന സാന്നിധ്യം ഉയർത്തിക്കാട്ടുകയും ചെയ്തു. കർത്താവിന്റെ ആത്മാവില്ലാതെ ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമല്ലെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. പന്തക്കുസ്ത തിരുനാളിന് ശേഷം യേശുവിന്റെ അപ്പസ്തോലന്മാരുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് എങ്ങനെ മാറ്റിമറിച്ചുവെന്ന് തന്റെ പ്രസംഗത്തിനിടെ പാപ്പ അടിവരയിട്ട് വ്യക്തമാക്കി. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിനു ശേഷം അതുവരെ മുറിയിൽ ഭയത്തോടെ ഒതുങ്ങിയിരുന്ന ശ്ലീഹന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയതിലെ രൂപാന്തരീകരണം പാപ്പ ധ്യാനവിഷയമാക്കി. കഴിഞ്ഞയാഴ്ച 3 ദിവസം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ വീൽചെയറിൽ ബസിലിക്കയിലെത്തി പ്രധാന അൾത്താരയുടെ അരികിലുള്ള വെള്ളക്കസേരയിൽ ഇരുന്നുകൊണ്ടായിരുന്നു ശുശ്രൂഷകളിൽ പങ്കുചേർന്നത്. പരമ്പരാഗതമായി ഉപയോഗിച്ചുവരുന്ന വലിയ കലശത്തിൽ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ അൾത്താരയിലേക്ക് തൈലം കൊണ്ടുവന്നത് ശുശ്രൂഷകളുടെ ഭാഗമായിരുന്നു. കലശത്തിൽ തൈലം പകർന്ന പാപ്പയും വൈദികരും ചേർന്ന തൈലം ആശീർവദിച്ചു. വരുന്ന വർഷം രോഗീലേപനം, സ്ഥൈര്യലേപനം, ജ്ഞാനസ്നാനം, തിരുപ്പട്ടം എന്നീ കൂദാശകൾക്കായി ഉപയോഗിക്കേണ്ട തൈലമാണ് പാപ്പ ആശീർവദിച്ചത്. അതേസമയം വത്തിക്കാനിൽ വൈകുന്നേരം കാസൽ ഡെൽ മർമോ ജുവനൈൽ ജയിലിൽ പാപ്പ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുകയും 12 ജയിൽവാസികളുടെ കാൽ കഴുകൽ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യും. ഇത് 7ാം പ്രാവശ്യമാണ് പാപ്പ ജയിൽവാസികളുടെ കാലുകൾ കഴുകി ക്രിസ്തുവിന്റെ എളിമയുടെ മാർഗം പിൻചെല്ലുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.